കേരളത്തിലെ കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? ഗ്രൂപ്പ് പോര്, പരസ്യമായ ചെളിവാരിയേറിൽ, സീറ്റിനായുള്ള കടിപിടി. ഇപ്പോൾ ഇതാ വയനാട്ടിൽ ഒരു ലക്ഷ്യം കോൺക്ലേവ് നടത്തിയിരിക്കുന്നു. കോൺഗ്രസ് നന്നാവാൻ പോവുകയാണത്രേ. ചിരിക്കണോ കരയണോ എന്ന അണികൾക്ക് പോലും അറിയില്ല. ഈ പ്രഹസനത്തിന്റെ ഉള്ളുകളികൾ നമുക്കൊന്ന് പരിശോധിക്കാം. കെ.സി. വേണുഗോപാൽ വന്നിട്ട് ഒരു 100 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. 100 സീറ്റ് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നും. പക്ഷേ സ്വന്തം പാർട്ടിക്കുള്ളിലെ നേതാക്കളെ 100 ദിവസം ഒരേ മനസ്സോടെ ഒരേ പന്തിയിലിരുത്താൻ കഴിയാത്തവരാണ് 100 സീറ്റ് പിടിക്കാൻ പോകുന്നത്. ഡൽഹിയിൽ ഇരുന്ന പാർട്ടിക്ക് ശ്വാസം മുട്ടിക്കുന്നത് പോരാനിട്ടാണോ വേണുഗോപാൽ ഇപ്പോൾ കേരളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്? അച്ചടക്കം വേണം പോലും. കാലങ്ങളായി അച്ചടക്കം എന്ന സാധനം കോൺഗ്രസ് ഓഫീസിന്റെ പടി കണ്ടിട്ടില്ല എന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. വാർഡ് തലത്തിൽ 100 വോട്ട് അധികം പിടിക്കണമെന്നാണ് നിർദ്ദേശം. പാവമണികൾ വെയിലത്ത് കൊടി പിടിക്കണം, വോട്ടിനായി ഇരുന്നു നടക്കണം. വോട്ട് കിട്ടിക്കഴിഞ്ഞ് സീറ്റ് വിഭജനം വരുമ്പോൾ ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കപ്പെടുന്ന ചില പ്രധാന സ്ഥാനാർത്ഥികൾ വരും. പണിയെടുക്കുന്നവനെ പട്ടിണിക്കിട്ട് ഗ്രൂപ്പ് മാനേജർമാരുടെ കാല് പിടിക്കുന്നവർക്ക് സീറ്റ് കൊടുക്കുന്ന പഴയ ശൈലിക്ക് ഈ വയനാട് ക്യാമ്പോടെ മാറ്റം വരുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? തരൂരിനെ കൂടെ ഇരുത്തിയിട്ടുണ്ട്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന തരൂർ ഒരു വശത്ത്, ഗ്രൂപ്പ് കളികളുടെ തമ്പുരാൻ കെ.സി. വേണുഗോപാൽ മറുവശത്ത്. ജനങ്ങൾ തരൂരിനെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ കോൺഗ്രസിലെ പ്രമുഖർക്ക് തരൂർ വെറും ഒരു ഷോ പീസ് മാത്രമാണ്. വോട്ട് പിടിക്കാൻ തരൂരിനെ വേണം, ഭരിക്കാൻ തങ്ങളുടെ ഗ്രൂപ്പ് നോമിനിയെ വേണം. തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ തരൂർ എവിടെ പോകുമെന്ന് കണ്ടറിയണം. മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് തരൂർ ഇറങ്ങി തിരിച്ചാൽ പിന്നിൽ നിന്ന് കുത്താൻ സ്വന്തം പാർട്ടിക്കാർ തന്നെ ക്യൂ നിൽക്കുന്നതാണ് കോൺഗ്രസിന്റെ രീതി. ചെളിവാരി എറിയരുത് എന്നാണ് നിർദ്ദേശം. പക്ഷേ കോൺഗ്രസുകാരന്റെ കയ്യിൽ എപ്പോഴും ചെളി സ്റ്റോക്ക് ഉണ്ട്. ഐക്യം എന്ന് പറയുന്നത് ക്യാമ്പിലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. ക്യാമ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും പിന്നെ പുതിയതായി രൂപപ്പെട്ട കെ.സി. ഗ്രൂപ്പും തമ്മിലുള്ള യുദ്ധം തുടങ്ങും. ഒരു കാര്യത്തിൽ മാത്രം കോൺഗ്രസിൽ ഐക്യമുണ്ടാവും, അത് മറ്റൊരാൾ വളരുന്നത് തടയാൻ വേണ്ടിയുള്ള ഐക്യം. ഭരണപക്ഷത്തിന്റെ പാളിച്ചകൾ തുറന്നു കാട്ടുന്നതിനേക്കാൾ കൂടുതൽ സമയം കോൺഗ്രസ് ചിലവഴിക്കുന്നത് സ്വന്തം പാർട്ടിക്കുള്ളിലെ പ്രശ്നം പരിഹരിക്കാനാണ്. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട സമയത്ത് ഇവർ വയനാട്ടിൽ പോയി സെൽഫി എടുത്ത് അച്ചടക്കത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നു. ബി.ജെ.പിയും സി.പി.എമ്മും താഴെത്തട്ടിൽ പണിയെടുക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്കും തിരുവനന്തപുരത്തേക്കും ഫ്ലൈറ്റ് പിടിക്കാനുള്ള തിരക്കിലാണ്. കോൺഗ്രസ് നന്നാകാൻ പോകുന്നു എന്ന് കേൾക്കുന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയായി മാറിയിരിക്കുകയാണ്. വയനാട്ടിലെ തണുപ്പിലിരുന്നാൽ ചൂടുള്ള രാഷ്ട്രീയം കളിക്കാമെന്നാണ് കെ.സി. വേണുഗോപാലും കൂട്ടരും വിചാരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം ഇവർ ഈ പറയുന്ന ലക്ഷ്യം ആരെ പറ്റിക്കാനാണെന്ന്. ആദ്യം നമുക്ക് നമ്മുടെ കെ.സിയെ നോക്കാം. ഡൽഹിയിൽ ഇരുന്ന് കോൺഗ്രസിനെ അഖിലേന്ത്യാ തലത്തിൽ അപ്രതീക്ഷമാക്കിയ അതേ ബുദ്ധി രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിലും ഇറക്കിയിരിക്കുകയാണ്. 100 സീറ്റ് കിട്ടണം പോലും. കെ.സി. സാറേ, കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകളെങ്കിലും ഒന്ന് എണ്ണി നോക്കുന്നത് നന്നായിരിക്കും. സ്വന്തം അണികൾ ബി.ജെ.പിയിലേക്കും സി.പി.എമ്മിലേക്കും ചേക്കേറുന്നത് തടയാൻ കഴിയാത്തവരാണ് കേരളം പിടിക്കാൻ പ്ലാനിടുന്നത്. ഡൽഹിയിൽ പയറ്റിയ അതേ തോൽവി തന്ത്രങ്ങൾ കേരളത്തിലും ഇറക്കാനാണ് ഭാവമെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് വെറും ഒരു ഫോട്ടോ ഗാലറിയായി മാറും. ഇനി നമ്മുടെ ശശി തരൂർ, അദ്ദേഹം പാവം മുഖ്യമന്ത്രിയാവാൻ കോട്ടിട്ട് റെഡിയായി ഇരിപ്പുണ്ട്. പക്ഷേ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് തരൂർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം പുറത്തെടുക്കുന്ന ഒരു വിദേശ നിർമ്മിത കളിപ്പാട്ടം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തരൂരിനെ മുൻപിൽ നിർത്തും. വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ തരൂരിന് മലയാളം അറിയില്ല, തരൂരിന് സംഘടന അറിയില്ല എന്ന് പറഞ്ഞ് മൂലക്കിരുത്തും. തരൂരിനെ കെ.സിയുടെ കൂടെ ഇരുത്തിയത് ഒരു ഐക്യമായി കാണുന്നവർക്ക് തെറ്റി. അത് സിംഹവും മാടും ഒരേ കൂട്ടിൽ ഇരിക്കുന്നത് പോലെയാണ്. എപ്പോൾ വേണമെങ്കിലും കടി വീഴാം. ഓരോ വാർഡിലും 100 വോട്ട് അധികം പിടിക്കണമെന്ന കെ.സിയുടെ കൽപ്പന. നേതാക്കൾ എയർ കണ്ടീഷൻ റൂമിലിരുന്ന് ചായ കുടിക്കുമ്പോൾ പാവം പ്രവർത്തകൻ വെയിലത്ത് നടന്ന് വോട്ടിരക്കണം. വോട്ട് കിട്ടി ജയിച്ചു വന്നാൽ ആ വാർഡ് മെമ്പറെ പോലും മാനിക്കാത്ത നേതാക്കളാണ് മുകളിൽ ഇരിക്കുന്നത്. ഗ്രൂപ്പ് കളിച്ച് സ്വന്തം പാർട്ടിക്കാരനെ തോൽപ്പിക്കുന്നതിൽ ഡോക്ടറേറ്റ് എടുത്തവരാണ് കോൺഗ്രസ് നേതാക്കൾ. എന്നിട്ടാണ് ഇപ്പോൾ വോട്ട് പിടിക്കാൻ പ്രവർത്തകരെ പഠിപ്പിക്കുന്നത്. പരസ്പരം ചെളിവാരി എറിയരുത് എന്നാണ് വയനാട്ടിലെ പ്രധാന നിയമം. ഇത് കേൾക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കുകയാണ്. കാരണം രാവിലെ ഐക്യപ്രസംഗം നടത്തുന്ന നേതാവ് വൈകുന്നേരം ചാനൽ ചർച്ചയിൽ വന്നിരുന്ന സ്വന്തം സഹപ്രവർത്തകനെ കുറ്റം പറയുന്നതാണ് കോൺഗ്രസിന്റെ സംസ്കാരം. ബി.ജെ.പിയും സി.പി.എമ്മും ചിരിക്കുന്നത് ഇവരുടെ ഈ ഐക്യം കണ്ടിട്ടല്ല, മറിച്ച് ഇവരുടെ ഉള്ളിലെ ഈ കപടത കണ്ടിട്ടാണ്. ഗ്രൂപ്പ് തിരിഞ്ഞ് തമ്മിൽ തല്ലാൻ കോൺഗ്രസുകാരന് വയനാട് വരെ പോകേണ്ട കാര്യമില്ല. അത് അവരുടെ രക്തത്തിലുള്ളതാണ്. നേതാക്കളെ നിശ്ചയിക്കാൻ പോലും ഡൽഹിയിൽ നിന്ന് അനുമതി വരണം. ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് കേരളത്തിലെ അവസ്ഥ അറിയില്ല. ഇവിടെയുള്ളവർക്ക് അവിടുത്തെ അവസ്ഥയും അറിയില്ല. ഈ ഇടനിലക്കാരുടെ കളിയാണ് കോൺഗ്രസിനെ നശിപ്പിക്കുന്നത്.
വയനാട്ടിൽ വന്നിരുന്ന ഇവർ തീരുമാനിക്കുന്നതൊന്നും അണികളിലേക്ക് എത്തുന്നില്ല. മുകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ, താഴെ പഴയ പടലപ്പിണക്കങ്ങൾ. ചെളിവാരി എറിയരുത് എന്നാണ് വയനാട്ടിലെ കൽപ്പന. ചെളിവാരി എറിയുന്നത് നിർത്തിയാൽ പിന്നെ കോൺഗ്രസിൽ എന്ത് ആവേശമാണുള്ളത്? ഒരു നേതാവിനെ മറ്റൊരാൾ കാലുവാരി താഴെയിടുന്നത് കാണാനല്ലേ ജനങ്ങൾ കോൺഗ്രസിനെ ശ്രദ്ധിക്കുന്നത് തന്നെ. ഇതിപ്പോ ഐക്യം എന്ന് പറഞ്ഞു നടക്കുന്നത് കണ്ടാൽ തോന്നും ഇവർക്ക് വേറെ പണിയൊന്നുമില്ലെന്ന്. ഐക്യമെന്ന് പുറത്തു പറയും, അകത്ത് നീ എന്റെ സീറ്റ് തട്ടിപ്പറിച്ചാൽ നിന്നെ ഞാൻ തോൽപ്പിക്കുമെന്ന പഴയ ലൈൻ തന്നെയാണ് ഇപ്പോഴും. കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ വിഡ്ഢികളല്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും അത് വോട്ടാക്കി മാറ്റാൻ ഒരു ശക്തമായ പ്രതിപക്ഷം വേണ്ടേ? കോൺഗ്രസ് ഇപ്പോൾ പ്രതിപക്ഷമല്ല, മറിച്ച് അവർ തന്നെ അവർക്ക് എതിരാളികളായി മാറിക്കഴിഞ്ഞു. വയനാട് കോൺക്ലേവ് കഴിഞ്ഞു വരുന്നത് വലിയ മാറ്റമാണെന്ന് നിങ്ങൾ കരുതുമെങ്കിൽ നിങ്ങൾ നിഷ്കളങ്കരാണ്. പണ്ടേയുള്ള പ്രശ്നവും ഗ്രൂപ്പ് വൈരാഗ്യവും കൂടുതൽ ശക്തമായി തിരിച്ചു വരാൻ പോകുന്നതേയുള്ളൂ. കോൺഗ്രസിൽ ആരെങ്കിലും ഒരാളൊന്ന് വളരാൻ നോക്കിയാൽ മതി, ഉടനെ വരും പാലം വലിക്കൽ ടീം. മുതിർന്ന നേതാക്കളെ മാറ്റണമെന്ന് ചെറുപ്പക്കാർ പറയും, അനുഭവ സമ്പത്ത് വേണമെന്ന് മുതിർന്നവർ പറയും. ഇതിനിടയിൽ പാവം പ്രവർത്തകർ ആരുടെ കാല് പിടിക്കണം? വയനാട് ക്യാമ്പിൽ ഒരേ ബെഞ്ചിലിരുന്ന് എന്ന് കരുതി ആരും വിശ്വസിക്കേണ്ട. പുറത്തിറങ്ങിയാൽ ഇവർ പരസ്പരം കാലുവാരാൻ കത്തിയുമായി കാത്തിരിക്കുകയാണ്. വിജയ സാധ്യതയുള്ളവർക്ക് മാത്രമേ സീറ്റ് നൽകുമെന്ന് വേണുഗോപാൽ പറയുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന പകുതി നേതാക്കൾക്കും വീട്ടിലിരിക്കേണ്ടി വരും. സാമുദായിക സന്തുലിതാവസ്ഥ നോക്കുമത്രേ. അതിന്റെ അർത്ഥം സീറ്റ് വിഭജനം വരുമ്പോൾ പള്ളിയിലും അമ്പലത്തിലും കയറി ഇറങ്ങി ഓരോ ഗ്രൂപ്പുകാരും മറ്റവനെ വെട്ടാൻ നോക്കുമെന്നാണ്. ജനകീയ പ്രശ്നങ്ങളിലോ വിലക്കയറ്റത്തിലോ ഇടപെടാൻ സമയമില്ലാത്തവർക്ക് സീറ്റിന്റെ കാര്യം വരുമ്പോൾ വലിയ ആവേശമാണ്. വയനാട് കോൺക്ലേവ് എന്നത് ഒരു പിക്നിക് മാത്രമാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സ്റ്റണ്ട്. കോൺഗ്രസ് നന്നാകണമെങ്കിൽ നേതാക്കളുടെ അഹങ്കാരവും ഗ്രൂപ്പ് വൈരാഗ്യവുമാണ് ആദ്യം മാറേണ്ടത്. തരൂരിനെ മുഖ്യമന്ത്രിയാക്കിയാലും ഇല്ലെങ്കിലും പരസ്പരം കാലുവാരി താഴെയിടുന്ന ശീലം ഇവർ നിർത്തില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കോൺഗ്രസ് നന്നാകുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതൊരു തമാശയായി മാത്രം നിങ്ങൾ കാണുക. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.